എല്ലാ പണിയും കഴിഞ്ഞപ്പോൾ എന്താ അറിയില്ല ഭയങ്കര വിശപ്പ്. ഫുഡ് കഴിക്കാഞ്ഞാൽ പിന്നെ വിശക്കൂല്ലേ, അത് വിട്. അപ്പം വിചാരിച്ച് ഒരു ഇലക്ക് വെട്ടി അത് വാട്ടിയിട്ട് അതിൽ കുറച്ച് ചോറൊക്കെ വെച്ച് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ എന്ന്. പിന്നെ പൊതിച്ചോറ് പിന്നെ സ്ഥിരം ഉണ്ടാക്കാമല്ലോ, നമുക്ക് എപ്പം വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാമല്ലോ. സാധനങ്ങൾ അത്ര ഒന്നും വേണ്ടടോ, ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പം ഞാൻ ഫസ്റ്റ് കുറച്ച് ചോറ്, പിന്നെ അതിലേക്ക് പച്ചക്കറി, പിന്നെ ഇത് ചെമ്മീൻ ഫ്രൈ ഉണ്ടോ, ചെമ്മീൻ ഫ്രൈ വെച്ചിട്ടുണ്ട്. ഈ മുട്ട പൊരിച്ചതും ചമ്മന്തിയും ഒക്കെ നിങ്ങൾ സ്ഥിരം കാണല്, അതുപോലെ ഉപ്പേരി, ഇതൊക്കെ മാറ്റി പിടിച്ചിട്ട് ഉള്ള സാധനം വെച്ചിട്ടൊരു പൊതിച്ചോറ് എങ്ങനെയുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ വേറെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു പുളിയൊക്കെ വെച്ചാണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ഭയങ്കര ടേസ്റ്റാണ്. അത് ഞാൻ കഴിച്ചതിൻ്റെ ശേഷം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി ഇതിങ്ങനെ കെട്ടി വെക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്തായാലും എൻ്റേതായ രീതിയിലൊക്കെ ഒന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു പേപ്പർ ചെറുതായിട്ട് ഒന്ന് വെറ്റായതുകൊണ്ട് ഞാൻ ഒരു പേപ്പർ ഓൾറെഡി താഴെ വെച്ച് കൊടുത്തിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് ടേസ്റ്റ് പറയാമല്ലോ, പൊതിച്ചോറ് അല്ലെങ്കിലും ഒരു വൈബാണ്, ഒരു ടേസ്റ്റാണ്, ഒരു ട്രഡീഷണൽ ലുക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊതിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ജസ്റ്റ് കുളിക്കുന്ന ആ ഒരു ടൈം എടുത്തിട്ടുള്ളൂ. ഒരു 50 minutes ഒക്കെ മാറ്റി വെച്ചിട്ട് എന്തൊരു ടേസ്റ്റാണ് ഗൈസ് കഴിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു പുളിയൊക്കെ കണ്ടിട്ടില്ലൊക്കെ കൂട്ടി കുഴച്ച് തിന്നുമ്പോൾ സാറേ അത് വേണ്ട, നമുക്ക് എന്തെങ്കിലും ഫിലിം ഡയലോഗ് ഒന്നും ഇവിടെ ചേരൂല. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആയതല്ലോ, ഒരു ലൈക്കൊക്കെ തരാം കേട്ടോ. ഓക്കെ, ബൈ.